അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സവാള, തക്കാളി ഇത് രണ്ടും കൂടി ഇട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. ഇത് വഴറ്റിയെടുക്കണ്ട, ചെറുതാക്കി ഒന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി. അത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എടുക്കാം. 1 കപ്പ് കുക്കുംബർ എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റാണ്, തക്കാളി, നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. സവാള ഞാനൊരു ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ വേവിച്ചെടുത്ത വെള്ളക്കടല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പോളം വെള്ളക്കടലയുണ്ടത്. അതിലേക്ക് ആദ്യം തയ്യാറാക്കി മാറ്റി വെച്ച ഈ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്, അത് അതിലൊഴിക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് വേണ്ട ഉപ്പ്, കടലയിൽ ഉപ്പുണ്ട്, അത് നോക്കി വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചാറ്റ് മസാല 1/2 ടീസ്പൂൺ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ചേർക്കുന്നുണ്ട്, ഈ സമയം ഇടാൻ ഞാൻ വിട്ടുപോയി, പിന്നീടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അതിട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ചാറ്റ് മസാല ഇപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക്